കാര്യം അതേ വാക്കുകൾ ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നാളെ എന്നെ അറസ്റ്റ് ചെയ്യും. അപ്പം സ്വയം ഐറ്റം ആകാൻ പെൺകുട്ടികൾ നിന്നു. 99.99 ആൾക്കാരും എന്റെ നിലപാടിനെ അനുകൂലിക്കുകയും അങ്ങനെ അല്ലെന്ന് അഭിപ്രായമുണ്ടോ? കാര്യം ഇതാണ് സത്യമെന്ന് എല്ലാ ആണുങ്ങൾക്കും അറിയാം. രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ വിടാം. ഫറാ ഷിബില എന്ന നടി കലാകാരിയാണ്, അഭിനേത്രിയാണ്, മോഡലാണ്. ഹണി റോസിന്റെ വിമർശനം ചെല്ലെങ്കിലും ശ്രദ്ധിച്ചു കാണും. ഫറാ ഷിബിലയുടെ വാക്കുകളാണ്, രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല. കാര്യം അതേ വാക്കുകൾ ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നാളെ എന്നെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഫറാ ഷിബില പറയുന്നു, കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യവും ആൺനോട്ടവും ഏറ്റവും വിപണന സാധ്യതയുള്ള ഒരു കാര്യമാക്കി മാറ്റിയ വ്യക്തി ഹണി റോസ് ആണെന്ന്. രാഹുൽ ഈശ്വർ അല്ല, ഫറാ ഷിബിലയുടെ എക്സാക്ട് വാക്കുകളാണ്. നമ്മുടെ ഈ കൊച്ചുനാടിന്റെ അല്ലെങ്കിൽ ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യം, ഈ നാടിന്റെ ആൺനോട്ടങ്ങൾ, ഇവയെ വിപണന മൂല്യമുള്ള മാർക്കറ്റിംഗ് സാധനമാക്കി മാറ്റിയത് ഹണി റോസ് ആണ്. ഹണിയോട് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ ഹണി സ്വയം വിമർശനം നടത്താൻ കൂടി തയ്യാറാണ്. ഹണി റോസിനെ കാണാൻ സ്ത്രീകളും വരുന്നുണ്ട്. ഈ സ്ത്രീകളും ഹണി റോസിനെ കാണുന്ന ഈ ലൈംഗിക ഇതിലൂടെയാണ്. ആ സ്ത്രീകളുടെ വലിയൊരു ശതമാനം ആൾക്കാരുടെ കമന്റുകളും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എടുത്തു നോക്കുക. ഇന്ത്യയിൽ യൂട്യൂബിൽ നമ്പർ 1 ആയി ട്രെൻഡിംഗ് ആയി നിന്നത് ഞാനും ഹാഷ്മിയും തമ്മിലുള്ള ഈ വിഷയത്തിലെ സംവാദമാണ്. അതിന്റെ താഴെ ആയിരക്കണക്കിന് കമന്റ് ഉണ്ട്. 99.99 ആൾക്കാരും എന്റെ നിലപാടിനെ അനുകൂലിക്കുകയും ഹണി റോസിന്റെ നിലപാടിനെ എതിർക്കുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ട്? കാര്യം ഇത് കണ്ണടച്ചാൽ നമുക്കേ ഇരുട്ടാവൂ, ലോകത്തിന് ഇരുട്ടാവില്ല. പല ആൾക്കാരും അങ്ങനെ കണ്ണടച്ചിട്ട്, അപ്പൊ നമുക്ക് കണ്ണടച്ചാൽ നമുക്ക് ഇരുട്ടാവും. ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവർ അല്ലേ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളി പോലും കേരളത്തിൽ ജീവിച്ചിരിക്കില്ല, അല്ലെങ്കിൽ അവർ അന്ധരായിരിക്കണം. അപ്പോൾ പല വൾഗർ ആംഗിളുകളിൽ നിന്നുള്ള ഫോട്ടോകൾ, പല വൾഗർ ആംഗിളിൽ നിന്നുള്ള വീഡിയോകൾ ഫറാ ഷിബില ചോദിക്കുന്നു, ഇത് തന്നെ റീഷെയർ ചെയ്യുന്നതിലൂടെ ഹണി എന്ത് മാതൃകയാണ് കാണിക്കുന്നത്? അപ്പം ഒരു വരി കൂടെ പറഞ്ഞ് തകളിലേക്ക് വരാം. പെൺകുട്ടിയെ സെക്ഷുവലൈസ് ചെയ്യുന്ന, കമോഡിഫൈ ചെയ്യുന്ന, ഒബ്ജക്ടിഫൈ ചെയ്യുന്ന, ഭോഗ ലൈംഗിക വസ്തുവാക്കി മാറ്റുന്നതിനെതിരെ നിലപാടെടുക്കേണ്ട നമ്മൾ അതിനെരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ശരിയാണോ? എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നതിന് ഇപ്പൊ ആൾക്കാർ എന്ത് പറയാനാണ്? എന്റെ ഇഷ്ടമല്ലേ, എനിക്ക് ചേരുന്ന ഡ്രസ്സല്ലേ ഇടേണ്ടത്. ഇപ്പൊ എനിക്ക് ഇനാഗ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് സാരിയും ചുറ്റി പൊട്ടു ഇട്ടുകൊണ്ട് വന്നിരിക്കേണ്ട ആവശ്യമില്ല. സാരിയും പൊട്ടും ഒക്കെ ചുറ്റിയാണ് ഹണി വരുന്നത്. പക്ഷെ ആ സാരി ഉടുക്കുന്ന രീതിയിൽ ശരീരഭാഗങ്ങളുടെ ബോഡി പാർട്ട് എടുത്ത് ഇപ്പം വേറെ മാറ്റി വെക്കാൻ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. നന്നായി വസ്ത്രം ധരിക്കുന്ന ഒരുപാട് പേരെ അറിയില്ലേ? ഇപ്പൊ ചേട്ടന് ഗാന്ധിജിയുടെ ടാറ്റുവും ഇതെല്ലാം വന്നിരുന്നിട്ട് ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ അല്ലേ ഇല്ലാതാക്കുന്നത്? ഒരിക്കലുമല്ല. പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അപരിമിതമാണോ? ഇടാൻ പാടില്ല, അങ്ങനത്തെ ഉള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് ലൈംഗിക ചൊവ്വയോടെയാണ് കാണുന്നത്. അതല്ലേ സത്യം? അങ്ങനെ അല്ലെന്ന് അഭിപ്രായമുണ്ടോ? അങ്ങനെയൊക്കെ വെറുതെ ഫാത്തിമ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ചേട്ടന് മുമ്പിൽ ഒരു പെൺകുട്ടി വന്നിരിക്കുകയാണെങ്കിൽ ചേട്ടൻ ആ കണ്ണോടെ നോക്കുവോ? പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾക്കും സുഹൃത്തുക്കൾക്കും അറിയാത്തൊരു പോയിന്റാണ്, ആൺകുട്ടിയുടെ കണ്ണിലൂടെയാണ് അവന്റെ പ്രൈമറി സെക്ഷുവൽ സ്പേസ് കണ്ണാണ്, വിഷ്വലാണ്, നോട്ടമാണ്. പെൺകുട്ടിയുടെ പ്രൈമറി സെക്ഷുവൽ സ്പേസ് അവളുടെ ബ്രെയിൻ ആണ്, മനസ്സാണ്. ഈ വ്യത്യാസം എല്ലാ ആണുങ്ങൾക്കും അറിയാം. ഫാത്തിമയ്ക്ക് വിശ്വാസവും ഇഷ്ടവും ഉള്ള ഒരാളോട് ക്യാമറകൾ അടച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഇവരോട് തന്നെ ചോദിച്ചാൽ ഈ പോണ വഴിക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണോ എന്ന് ക്യാമറയും ഫോണും ഇല്ലാതെ ചോദിച്ചാൽ അവരത് അംഗീകരിക്കും. കാര്യം ഇതാണ് സത്യമെന്ന് എല്ലാ ആണുങ്ങൾക്കും അറിയാം. എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. ഇപ്പൊ ചേട്ടന് ഈ ഡ്രസ്സ്, പെൺപിള്ളേരുടെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു. പെൺപിള്ളേർ ഏത് ഡ്രസ്സാണ് ഇടേണ്ടത്? ചേട്ടൻ പറ. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, പക്ഷെ അത് ഡ്രസ്സ് ഇടാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇപ്പം പറഞ്ഞ എന്താ? അതിന് സഭ്യതയുടെ അതിർവരമ്പുകൾ വേണ്ടേ? ഇപ്പൊ ഉദാഹരണം ഞാൻ തിരിച്ചു ചോദിക്കാണ്, വാദത്തിന് വേണ്ടിയാണ് കേട്ടോ. ബോച്ച എങ്ങനെ സംസാരിക്കണം നമ്മൾ തീരുമാനിക്കണം. ബോച്ചയ്ക്ക് അയാൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു സ്ത്രീയോട് എങ്ങനെ ബഹുമാനത്തെ സംസാരിക്കണമെന്ന് പുള്ളിക്കാരിയുള്ള സെൻസ്. അപ്പൊ ഫാത്തിമ ഒരു കണ്ടീഷൻ പറഞ്ഞില്ലേ, ബോച്ചയ്ക്ക് എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷേ ഇപ്പൊ പറഞ്ഞു ശ്രദ്ധിച്ച ഈ പക്ഷയാണ് ഞാനും പറയുന്നത്. അതായത് ബോച്ചയ്ക്ക് എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷേ മാന്യത വിടരുത്. ഹണി റോസിന് എന്തു വേണമെങ്കിൽ ധരിക്കാം, പക്ഷേ സമൂഹത്തിൽ മാന്യതകളുണ്ട്. ഇത് പറയുന്നത് നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവും. ചേട്ടൻ തന്നെ ഇപ്പൊ സിനിമയിൽ ഒരു ഐറ്റം ഡാൻസ് ഉണ്ടായിരുന്നു, കൈയടിക്കത്തില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഐറ്റം ഡാൻസുകളെ പ്രൊമോട്ട് ചെയ്യുന്ന, കമോഡിഫൈ ചെയ്യുന്ന ഈ ലോകത്ത് ഐറ്റം ഡാൻസുകൾ ഒരു സ്കൂളിലും കോളേജിലും ഇനോഗ്രേഷനും വരുമ്പോ അത് പ്രശ്നം ഉണ്ടാക്കില്ലേ? ഈ ഐറ്റം ഡാൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്ത്രീയെ ഐറ്റം ആകുന്നതിൽ അഭിമാനിക്കുകയാണ്. അതായത് പണ്ട്, ഞാൻ ആ വാക്ക് പറയുന്നതിന് പ്രശ്നമുണ്ടോ എന്നറിയില്ല, ഇപ്പൊ ഹിന്ദിയിൽ മാലെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഐറ്റം എന്നോ ഒക്കെ ധ്വനിക്കുന്ന മലയാളത്തിലെ വാക്കുകളുണ്ട്. ഈ വാക്കുകൾ പണ്ട് വളരെ ഒഫൻസീവായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പം പെൺകുട്ടികൾ തന്നെ, ഐശ്വര്യ റായ് അടക്കം കേട്ടോ, ആരെയും കുറ്റം പറയാനല്ല, സാക്ഷാൽ ഐശ്വര്യ റായ് അടക്കം ഐറ്റം ഡാൻസ് കാശ് മേടിച്ച് കളിക്കുകയാണ്. അപ്പം സ്വയം ഐറ്റം ആകാൻ പെൺകുട്ടികൾ നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ് അഭ്യർത്ഥന. ഞാൻ ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് പറയല്ല, ബോച്ചയെ വിമർശിച്ച് ഞാൻ പറയല്ല. ബോച്ചെ സ്ത്രീകളെ മാത്രമല്ല, ഒരു കടയിൽ ചെന്നിട്ട് പഴംപൊരിയെ വരെ വെച്ച് ഡബിൾ മീനിങ്, ബോച്ചയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡബിൾ മീനിങ് പറയുന്നതാണോ ഇത്ര വലിയ കാര്യം? കറക്റ്റ്.
ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഡബിൾ മീനിങ് പറയുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? അതേപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അങ്ങനെ വസ്ത്രം ധരിച്ച് ഇനോഗ്രേറ്റ് ചെയ്യുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നല്ലേ ചോദിക്കുന്നുള്ളൂ.